പൂർണ്ണമായും പിടിച്ചെടുത്തുവെന്ന അവകാശവാദവുമായി വിമതർ. ഏകാധിപത്യം അവസാനിപ്പിച്ചുവെന്നും സ്വതന്ത്ര രാജ്യമായെന്നും പ്രഖ്യാപനമുണ്ട്. പ്രസിഡന്റ് രാജ്യം വിട്ടുവെന്നും വിമതർ വ്യക്തമാക്കുന്നു. ഡമാസ്കസിലടക്കം ബാഷർ അൽ അസദിന്റെ പ്രതിമ തകർത്തു എന്ന സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 2011 മുതൽ നടക്കുന്ന വിമതരുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിൽ വലിയ നാശം സൈന്യത്തിനുണ്ടാകുകയാണ്. വിവിധ നഗരങ്ങൾ നേരത്തെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ സിറിയ പൂർണ്ണമായും പിടിച്ചെടുത്തുവെന്നും തങ്ങളുടെ നിയന്ത്രണത്തിലാണ് രാജ്യം എന്നുമുള്ള പ്രഖ്യാപനം വിമതരുടെ ഭാഗത്തുണ്ടാകുന്നത്. ആർ കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കിരണ്, മറ്റൊരു രാജ്യം കൂടി ഭീകര സംഘടനയുടെ പിടിയിലാകുന്നു എന്ന സൂചനകളുണ്ട്. അത് അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് എങ്ങനെയാണ് പ്രധാനമായും ബാധിക്കുക? അയൽ രാജ്യങ്ങളെ അടക്കം വിമതരുടെ ഇനിയുള്ള നീക്കം എന്താകും? രഞ്ജിത്തെ, ഔദ്യോഗികമായ സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം പ്രസിഡന്റ് രാജ്യത്ത് തന്നെ ഉണ്ട് എന്നാണ് പ്രസിഡന്റ് ഓഫീസിന്റെ വിശദീകരണം. പക്ഷേ റോയിട്ടേഴ്സ് അടക്കമുള്ള ഇന്റർനാഷണൽ ഏജൻസികൾ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പൂർണ്ണമായും വിമതരുടെ നിയന്ത്രണത്തിലേക്ക് വന്ന് ക്യാപിറ്റൽ സിറ്റിയായ ദമാസ്കസിലടക്കം പൂർണ്ണമായും വിമതരുടെ നിയന്ത്രണത്തിൽ എത്തിക്കഴിഞ്ഞു. അവരുടെ സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് അവസാനിച്ചു കഴിഞ്ഞു എന്ന മട്ടിലുള്ള വാർത്തകളും അവകാശവാദങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലേക്കുള്ള വാദങ്ങൾ ശരിയാവാൻ കൂടി സാധ്യതയുണ്ട്. കാരണം കാര്യമായ ചെറുത്തുനിൽപ്പ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. വിമതസേന ഓരോ ദിവസവും അവിടുത്തെ പ്രധാനപ്പെട്ട ഓരോരോ നഗരങ്ങളായി പിടിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ ദമാസ്കസിന്റെ ചുറ്റും അവർ വളഞ്ഞിരുന്നു. അവിടുത്തെ ചെറുത്തുനിൽപ്പും ദുർബലമായിരുന്നു. ഇന്നിപ്പോൾ ദമാസ്കസ് പൂർണ്ണമായും നിയന്ത്രണത്തിലേക്ക് എത്തി എന്നാണ് വിമതർ അവകാശപ്പെടുന്നത്. എന്നാൽ അവിടെ നിന്ന് പ്രസിഡന്റ് അസദ് അവിടെ നിന്ന് ഒരു സ്വകാര്യ വിമാനത്തിലാണ് കടന്നതും ആ രാജ്യത്ത് നിന്ന് വിട്ടിട്ടുണ്ട്. ഏത് രാജ്യത്തേക്കാണ് പോയത് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വിവരങ്ങൾ ഒന്നും തന്നെയില്ല. എന്തായാലും രാജ്യത്ത് പൂർണ്ണമായും വിമതർ ക്യാപിറ്റൽ സിറ്റി പിടിച്ചെടുക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് അദ്ദേഹം രാജ്യം വിട്ടത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ വിമതരുടെ നിയന്ത്രണത്തിലേക്ക് സിറിയ എന്ന് പറയുന്ന രാജ്യം എത്തി എന്ന് വേണം കരുതാൻ. എന്തായാലും റഷ്യയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിമതരുടെ നീക്കത്തിനെതിരെ ശക്തമായി തന്നെ രംഗത്തുണ്ട്. നേരത്തെ റഷ്യയുടെ ഭാഗത്തു നിന്ന് വ്യോമാക്രമണങ്ങളും വിമത സേനയ്ക്കു നേരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിറിയയ്ക്കുള്ളിൽ ഈ ആഭ്യന്തര യുദ്ധവും ആഭ്യന്തര തർക്കങ്ങളുമൊക്കെ ദീർഘകാലമായി നിലനിൽക്കുന്നതാണ്. സിറിയൻ സേനയ്ക്കുള്ളിൽ തന്നെ അത്തരത്തിലേക്കുള്ള കാര്യമായ രാജ്യത്തിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിനപ്പുറത്തേക്കുള്ള വിമതരെ അനുകൂലിക്കുന്ന നീക്കങ്ങളുമൊക്കെ സിറിയൻ സേനയ്ക്കുള്ളിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി തന്നെ ഓരോരോ പ്രധാനപ്പെട്ട നഗരങ്ങളായി അവർ പിടിക്കുക. അലപ്പോ പിടിച്ചു, ഹമ പിടിച്ചു, ഹോംസ് പിടിച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട നഗരങ്ങൾ പലതും വിമതസേന പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹയാത്ത് തഹ്രീർ അൽ ഷമാം എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വിമതസേന ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. HTSന്റെ തലവൻ അഹമ്മദ് അൽ ഷറ വീഡിയോ സന്ദേശത്തിലൂടെയാണ് അറിയിച്ചത്. തങ്ങൾ പൂർണ്ണമായും നിയന്ത്രണത്തിലേക്ക്, രാജ്യത്തിന്റെ നിയന്ത്രണത്തിന് തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. രാജ്യത്തിന്റെ നിയന്ത്രണം അല്പസമയത്തിനുള്ളിൽ തന്നെ ഏറ്റെടുക്കും എന്നുള്ള സന്ദേശം അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ നൽകിയിരിക്കുന്നു. എന്നാൽ പ്രസിഡന്റ് ഓഫീസിന്റെ ഏറ്റവും അവസാനം വന്ന ഔദ്യോഗിക വിശദീകരണവും പ്രസിഡന്റ് രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മറ്റേതെങ്കിലും തരത്തിൽ അത് സ്ഥിരീകരിക്കാൻ അതിനുശേഷം വിമതരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു അവകാശവാദം വരികയും റോയിട്ടേഴ്സ് അടക്കമുള്ള ഇന്റർനാഷണൽ ഏജൻസികൾ അങ്ങനെയല്ല അദ്ദേഹം രാജ്യം വിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തുവിടുകയും ചെയ്ത ശേഷം പ്രസിഡന്റ് ഓഫീസിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വാർത്ത അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തയോ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്തായാലും അവിടെ വിമതരുടെ നിയന്ത്രണത്തിലേക്ക് സിറിയ എന്ന് പറയുന്ന രാജ്യം നീങ്ങുന്നു എന്നുള്ളത് പ്രധാനം. തുടരുക കിരൺ ബാബു. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ഉണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. ഡോക്ടർ മോഹൻ വർഗീസ്, സിറിയയിൽ നമുക്കറിയാം 2011 മുതൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാണ്. വലിയ ആൾനാശം, 5 ലക്ഷത്തോളം ആളുകൾ ഇതിൽ കൊല്ലപ്പെട്ടു എന്ന കണക്കുകളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ അവകാശവാദമായി വിമറെത്തുമ്പോൾ എന്ത് മാറ്റമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത്? മറ്റൊരു ലോകരാജ്യം കൂടി, പ്രധാനപ്പെട്ട രാജ്യം കൂടി ഭീകര സംഘടനകളുടെ പിടിയിലാകുന്നു എന്നും വ്യാഖ്യാനമുണ്ടല്ലോ അതിന്. ഇതില് 2 ഡയമെൻഷൻസ് ഉണ്ട്. ഒരു ഭീകര സംഘടനയാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന, ദമാസ്കസ് ലക്ഷ്യമായി മുന്നേറിക്കൊണ്ടിരിക്കുകയും ദമാസ്കസ് വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന HTS എന്ന ഒരു വാദം. മറുപക്ഷത്ത് വളരെ മിതവാദ വിഭാഗങ്ങൾ കൂടി ചേർന്നതാണ്, പ്രത്യേകിച്ച് ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഔട്ട്ഫിറ്റ് ആയിരുന്ന ഒരു സംഘടന ഇപ്പോൾ വളരെ മിതവാദ ലെവലിലാണ്. വിദേശ രാജ്യങ്ങളെ കൂടി, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കൂടി സ്വീകാര്യമാകുന്ന നയങ്ങളാവും അവർ സ്വീകരിക്കുക എന്ന ഒരു നിലപാട് ചിലർക്കെങ്കിലുമുണ്ട്. അടിസ്ഥാനപരമായി ഇപ്പോഴും HTS എന്നത് നിരോധിത സംഘടനയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ഭീകര സംഘടനയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു ഭീകര സംഘടനയായി യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെ അങ്ങനെ കരുതുമ്പോൾ ഈ ഒരു സംഘടനയുടെ നിയന്ത്രണത്തിലേക്ക് ദമാസ്കസ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ വരുമ്പോൾ സിറിയ ഏതാണ്ട് പൂർണ്ണമായും ആ സംഘടനയുടെ നിയന്ത്രണത്തിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിറിയയുടെ മഹാഭൂരിപക്ഷം ബാഷർ അൽ അസദ് നയിച്ചിരുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ സിറിയയുടെ
ഈ വിഭാഗത്തിന്റെ കീഴിലേക്ക് വരികയും വടക്ക് കിഴക്കൻ സിറിയയിലെ കുർദുകൾക്ക് ആധിപത്യം വരികയും ചെയ്യുമ്പോൾ മറ്റൊരു പൂർണ്ണ സിവിൽ വാറിലേക്ക് സിറിയ നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ സിവിൽ വാർ എന്ന് പറയുന്നത് പുത്തരിയല്ല സിറിയയെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം 2011 അറബി വസന്തത്തെ തുടർന്നുകൊണ്ട് സംഭവിച്ച ഒരു സിവിൽ വാർ. ആ സമയത്ത് വലിയ തോതിലാണ് റിബൽസ് മുന്നേറിയത്. അവസാനം അത് ISISന്റെ കയ്യിൽ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കയ്യിൽ വലിയൊരു ഭാഗം സിറിയൻ ടെറിട്ടറിയും അതുപോലെ ഇറാഖിന്റെ ടെറിട്ടറിയും വിടുന്നൊരവസ്ഥയിലെത്തി. ഇപ്പോൾ ഏതാണ്ട് സമാനമായ ഒരു അവസ്ഥയിലാണ് സിറിയ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ISISൽ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന നേതാക്കൾ ഇപ്പോൾ HTSലാണ്. അബു മുഹമ്മദ് അൽ ജുലാനി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഉണ്ടായിരുന്ന അൽ ഖൈദ IS ബന്ധം ഒരു വലിയ ചോദ്യചിഹ്നമായി ഇരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു റാഡിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഒരു ഗവൺമെന്റിനെ ഔസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തുമ്പോൾ, പ്രത്യേകിച്ച് ബഷർ അൽ അസദ് ദീർഘകാലമായ 2000 ആണ്ട് മുതൽ അദ്ദേഹം പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഹൈ ഹാൻഡഡ്നെസ് ഉണ്ട്. അദ്ദേഹം പലപ്പോഴും ജനസംഖ്യയിൽ വളരെ പിന്നിലായ അല്ലെങ്കിൽ 10% 15% താഴെ മാത്രമുള്ള അല്ലാവി വിഭാഗത്തിൽ പെടുന്നയാളാണ്. അപ്പൊ ഏതാണ്ട് എല്ലാ പൊസിഷൻസും കണ്ണായ സ്ഥാനങ്ങളിലെല്ലാം തന്നെ അലവികൾക്ക്, അതായത് ഷിയ മുസ്ലിങ്ങൾക്ക് ഒരു വിഭാഗമാണല്ലോ, അവർക്ക് മാത്രം എന്ന ഒരു പരിവേദനമുണ്ട് മഹാഭൂരിപക്ഷം വരുന്ന സുന്നി അറബി ജനവിഭാഗങ്ങൾക്ക്. പക്ഷെ അവർ ആഹ്ലാദത്തിലാണ്. ഇപ്പോൾ ബഷർ അൽ അസദ് വീഴുന്നു എന്ന് പറയുമ്പോൾ അവർ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലും തന്നെയാണ്. ശ്രീ മോഹൻ വർഗീസ്, അപ്പോൾ ഈ റഷ്യ മാത്രമാണെന്ന് തോന്നുന്നു ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു ലോകരാജ്യം. ആദ്യഘട്ടത്തിലൊക്കെ ബഷർ അൽ അസദിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അമേരിക്ക പറയുന്നത് ഇടപെടുന്നില്ല എന്ന് പറയുന്നു. ഇതിപ്പോൾ ഈ സിറിയയിലെ ഇങ്ങനെയൊരു മാറ്റം അതെങ്ങനെയാണ് മറ്റ് ലോകരാജ്യങ്ങൾ എടുക്കുക എന്നതുകൂടി ഉണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇസ്രായേൽ യുദ്ധവുമായോ ലെബനന്റെ പിന്തുണ, ഹിസ്ബുള്ളയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഇതുമായി ഇതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കും? എന്താണ് അങ്ങനെ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ? ഇതൊരു റീജിയണൽ സിറിയക്കുള്ളിലാണ് യുദ്ധം നടക്കുന്നത് എങ്കിൽ പോലും ഇതൊരു ജെനുവിൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് 4 പ്ലെയേഴ്സ് ഇൻവോൾവ് ആണ്. അതിൽ കൃത്യമായി പറഞ്ഞാൽ റഷ്യ ഡയറക്ട്ലി ഇൻവോൾവ് ആണ്. റഷ്യയാണ് ആസാദ് ഭരണകൂടത്തിന് എയർ കവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആസാദിന്റെ സൈന്യങ്ങൾ കരയിൽ യുദ്ധം ചെയ്യുമ്പോൾ റഷ്യ എയർ കവർ ചെയ്യുമ്പോൾ അവർ എയർ സുപ്പീരിയോറിറ്റി റഷ്യയുടെ ഒരു ചുമതലയായി അസദ് ഭരണകൂടം എടുത്തു. പക്ഷെ ഇപ്പോൾ അസദിന്റെ സൈന്യങ്ങൾ ഫൈറ്റ് ചെയ്യാൻ വിസമ്മതിക്കുന്നു എന്നാണ്. ഓരോ നഗരത്തിലേക്കും വരുമ്പോൾ ഇദ്ലിബിൽ നിന്ന് അവർ ആദ്യം തന്നെ പിന്മാറി. അലപ്പ പിടിച്ചപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായില്ല. ഹമായിലേക്ക് വിമത സൈന്യം കയറിയപ്പോഴും കാര്യമായ റെസിസ്റ്റൻസ് ഉണ്ടായില്ല. ഇപ്പോൾ ഹോംസും പിടിച്ചിരിക്കുന്നു. ഇനി വരാനുള്ളത് ഡമാസ്കസ് എന്ന തലസ്ഥാന നഗരം മാത്രമാണ്. അത് ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനാണ്. പ്രധാനമായും സിറിയയെ താങ്ങി നിർത്തിയിരുന്നത് ഇറാന്റെ ഭരണകൂടമാണ്. ഇറാൻ ഷിയ രാജ്യമാണല്ലോ. അപ്പോൾ ഷിയ വിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള സിറിയയിലെ ഭരണകൂടത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന ഷിയ രാജ്യമായി ഇറാനാണ്. അപ്പം ഇറാൻ ഇപ്പോൾ ഇസ്രായേലുമായ പ്രശ്നത്തിൽ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പൂർണ്ണമായും സിറിയയെ സഹായിക്കാവുന്ന ഒരു നിലയിലല്ല ഇറാൻ. അതുകൊണ്ട് ഇറാന്റെ ഒരു സഹായം കുറവാണ്. അതുപോലെ റഷ്യക്കും പൂർണ്ണ അർത്ഥത്തിൽ സഹായിക്കാനാവില്ല. കാരണം ഉക്രൈനുമായ വലിയ യുദ്ധമുള്ളതുകൊണ്ട് ആയുധങ്ങളും അവിടെ ആവശ്യമുള്ളതുകൊണ്ട് പൂർണ്ണ ശ്രദ്ധ ചെലുത്താനാവില്ല. ഇറാന്റെ 20ലധികം സൈനിക താവളങ്ങൾ ഇവിടെയുണ്ട്. റഷ്യയുടെയും 20ഓളം സൈനിക താവളങ്ങളും ബേസുകളും സിറിയയുടെ മണ്ണിലുണ്ട്. പക്ഷെ ഇത് ഉപയോഗിക്കാനാവാത്ത നിലയിൽ ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇതിൽ മുൻകാലങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ആഭ്യന്തരമായി ബഷർ അൽ അസദിന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുമ്പോൾ ലെബനിൽ നിന്നും വന്ന് സഹായിച്ചുകൊണ്ടിരുന്നത് ഹിസ്ബുള്ളയുടെ പോരാളികളാണ്. ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നിലവിലായി കഴിഞ്ഞു. 60 ദിവസത്തേക്ക് ഇസ്രായേൽ സൈന്യം ലെബനന്റെ മണ്ണിൽ തുടരുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഹൈവേ അത് മാത്രമല്ല ലെബനിൽ നിന്നും സിറിയയിലേക്ക് കടക്കുന്ന അതിർത്തി പ്രദേശങ്ങൾ പൂർണ്ണമായും ഇസ്രായേൽ ബോംബ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഹിസ്ബുള്ളയുടെ സപ്ലൈ ലൈൻസ് പൂർണ്ണമായും കട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഹിസ്ബുള്ളയ്ക്കും വന്ന അസദിനെ സഹായിക്കാനായി ഹിസ്ബുള്ളയ്ക്കും കടന്നു വരാവുന്ന ഒരു നിലയിലല്ല. അതുകൊണ്ട് പൂർണ്ണമായും 4 പാടു നിന്നും റിബൽസിനാൽ ചുറ്റപ്പെട്ട ബഷർ അൽ അസദിന്റെ ഭരണകൂടം, ഡമാസ്കസ് കേന്ദ്രീകരിച്ച ഭരണകൂടം ഏത് നിമിഷവും വീഴാവുന്ന ഒരു നിലയിലാണ്. അത് മാത്രമല്ല അലവികൾക്ക് ഭൂരിപക്ഷമുള്ള, അലവികൾക്ക് നിർണായക സ്വാധീനമുള്ള സിറിയയുടെ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ തീരം, ആ മെഡിറ്ററേനിയൻ തീരത്തേക്ക് ഡമാസ്കസിൽ നിന്നുള്ള ഹൈവേയും കട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അസദിന് സഹായം ഒരിടത്തു നിന്നും സഹായം കിട്ടാനില്ലാത്ത ഒരു ദുർഘട ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഒരു ഭരണമാറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ നിലവിലുണ്ട്. നന്ദി ശ്രീ മോഹൻ വർഗീസ്. ഡോക്ടർ മോഹൻ വർഗീസ് ആണ് പ്രതികരിച്ച. കിരണ്, അങ്ങനെയാണ് കാര്യങ്ങൾ. അതായത്